ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അന്വേഷണ നടപടികളുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് മൊഴി നൽകാനാണ് എത്തിയത്. മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാമെന്നും ഷുഹൈബ് പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിയിരിക്കുന്നു. അന്വേഷണ നടപടികളുമായി സഹകരിക്കുമെന്നാണ് ഷുഹൈബ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുൻപാണ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ പ്രതിയും കൊടുവള്ളി MS സൊല്യൂഷൻ ഉടമ അതിന്റെ CEOയുമായിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് എത്തിയത്. ആ സമയത്ത് ഷുഹൈബ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ അന്വേഷണവുമായി സഹകരിക്കും, ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് എത്തിയത്, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് വിശദമായി പ്രതികരിക്കാമെന്നാണ് ഷുഹൈബ് പറഞ്ഞത്. ഇത്രയും നാൾ ഈ ഒരു വിവാദം ഉണ്ടായ ആ സമയം മുതൽ ഇത്രയും നാൾ ഷുഹൈബ് ഒളിവിൽ കഴിയുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെങ്കിൽ കൂടിയും ഷുഹൈബ് പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്നിരുന്നില്ല. അതിനുശേഷം ഇന്നാണ് ഷുഹൈബ് ഒന്ന് ഈ ക്രൈംബ്രാഞ്ചിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി, അതും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഷുഹൈബിനെ ചോദ്യം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ മുഖേന ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഷുഹൈബിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞതിനാൽ തന്നെ ഇന്ന് ഷുഹൈബിന്റെ അറസ്റ്റ് ഉണ്ടാകില്ല. പകരം ഇന്ന് വിശദമായി ചോദ്യം ചെയ്യലാണ് ക്രൈംബ്രാഞ്ച് കോഴിക്കോട് SP മൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുക. വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്ന് മൊയ്തീൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്, ക്രൈംബ്രാഞ്ച് SPയും വ്യക്തമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ, അതായത് 11 മണിയോടുകൂടി തന്നെ ഷുഹൈബിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. ഇപ്പോഴാണ് ക്രൈംബ്രാഞ്ച് SP എത്തിയിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യൽ വിശദമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെങ്കിൽ അത് ഹൈക്കോടതി അറിയിച്ച് വീണ്ടും ഷുഹൈബിനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അറിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ിലെ 2 അധ്യാപകർ ജിഷ്ണു, ഫഹദ് എന്നിവർ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഈ ജിഷ്ണുവിന്റെയും ഫഹദിന്റെയും മൊഴികൾ ഷുഹൈബിന് എതിരാണ്. അതുകൊണ്ട് ഈ ഒരു അന്തിമ റിപ്പോർട്ട് 25-ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും, ക്രൈംബ്രാഞ്ച് സമർപ്പിക്കും. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഷുഹൈബിന് ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം കോടതി തീരുമാനിക്കുക. നിലവിൽ ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞതിനാൽ ഇന്ന് അറസ്റ്റ് ഉണ്ടാകില്ല. വൃന്ദ. ശരി, റിയാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.